ഹലോ ഗൈസ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രാധികാമ്മ വിളിച്ച് പറയുന്നത് കേട്ട് വരുണാകെ കരുതുള്ളി ഇരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, രണ്ട് അവകാശിയും ഇനി ഭൂമിയിൽ ഉണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞ് രാധികനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് രാധികാമ്മ പറയുന്നുണ്ടോ, എനിക്ക് കണ്ണനെ വേദനിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവൻ വരുണിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ആരും വേദനിപ്പിക്കേണ്ട, അത് അമ്മ ക്ഷമിക്കേണ്ട, ഞാൻ ശരിയാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം രാധിക പറയുന്നുണ്ട്, ഇതിനിടയ്ക്ക് ആ കിഷോർ വന്നിട്ടുണ്ട്, അവൻ്റെ 10 കോടി എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ വരുൺ പറയാണ്, അമ്മ അവൻ്റെ കാര്യം ഓർത്തും വിഷമിക്കേണ്ട, എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞ് രാധിക ഫോൺ വെക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സുവർണ്ണ എവിടെ ഇരുന്ന് പറയുകയാണ്, 2 അവകാശിയല്ല 3 അവകാശികളെ ഇൻക്ലൂഡിങ് നമ്മുടെ ഗോവിന്ദേട്ടനെ കൂടെ കൊല്ലണം, എങ്കിൽ മാത്രമേ വരുൺ സാറിന് അറക്കൽ ബ്രാഞ്ചിൻ്റെ ഇനിയൊരു പുതിയ അവകാശിയായിട്ട് മാറാൻ പറ്റുള്ളൂ. എന്നിട്ട് വേണം എനിക്ക് വരുൺ സാറിനെ വിവാഹം കഴിച്ച് അറക്കിലേക്ക് വരാമെന്ന് പറയാണ്. അപ്പോഴാണ് വരുണിന് മനസ്സിലാവുന്നത് ഇവർക്ക് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് വരുണിനെ കല്യാണം കഴിക്കാനാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, അന്ന് ആ രേഖ എൻ്റെ കാരണക്കുറ്റിക്കിട്ട് അടിച്ച ദിവസം അന്ന് ഞാൻ ഉറപ്പിച്ചതാണ് അവൾക്ക് പകരം ആ പൊസിഷനിൽ എനിക്ക് അവിടെ വരണമെന്ന്. അപ്പോൾ വരുണിൻ്റെ മനസ്സിൽ വേറെ പ്ലാനാണ് കേട്ടോ. വരുൺ അപ്പം മനസ്സിൽ പറയുന്നുണ്ട്, ഇതല്ലേ നിൻ്റെ മനസ്സിലെ പ്ലാൻ, ഇനി രേഖേനെ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോടീശ്വരി, എൻ്റെ സ്റ്റാറ്റസിന് വെച്ചൊരു കോടീശ്വരി അല്ലാതെ അതിൽ കുറഞ്ഞൊന്നും ഞാൻ ചിന്തിക്കില്ല എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് പയ്യെ സുവർണ്ണനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുവർണ്ണയ്ക്കൊരു തോന്നലാണ്, വരുൺ സാറിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഇനിയിപ്പം ഗോവിന്ദേട്ടനെയും ഗീതുവിനെയും അവർ അവകാശമായിട്ട് കുഞ്ഞുണ്ടാവും എന്നുള്ളൂ ഇവരൊക്കെ ഓർത്തിരിക്കുന്നത്. ആ കുഞ്ഞിനെ കൂടെ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പുതിയ അവകാശി വരുൺ സാറിൻ്റെ ഭാര്യ ഞാനെന്നും പറഞ്ഞ് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സുവർണ്ണ. അതേ സമയത്ത് പിന്നെ കാണിക്കുന്ന കിഷോറിൻ്റെ വീടാണ് കേട്ടോ. രാത്രി ആയപ്പോഴേക്കും നമ്മുടെ അവർണിക വന്ന് ബെഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ കിഷോർ കയറി വരുവാണ്. കിഷോറിനോട് പറയുന്നുണ്ട്, ഇനി തൊട്ട് നീ കൗച്ചിൽ ഞാൻ ബെഡിലുമാണെന്ന് പറയുമ്പോഴേക്കും കിഷോറിന് ആൾക്കൂടെ ദേഷ്യം വരുവാണ് കേട്ടോ. കിഷോർ പറഞ്ഞു, അതൊന്നും പറ്റത്തില്ല, വേണ്ടെങ്കിൽ നമുക്ക് ഡിവോഴ്സ് ചെയ്യാം എന്ന് പറയുമ്പോഴേക്കും അവരുടെ ചാടി എഴുന്നിട്ട് പറയുകയാണ്, എനിക്കതിന് കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഡാഡി വന്നാൽ നിൻ്റെ പേരിലുള്ള ഷെയർ തിരിച്ചു തന്നേക്ക് എന്ന് പറയുമ്പോഴേക്കും കിഷോർ ഇങ്ങനെ കളിയാക്കൊണ്ട് പറയുകയാണ്, അത് തിരിച്ചു കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, അത് നിനക്കൊരു കുഞ്ഞിനെ തന്ന് ആ കുഞ്ഞ് വെറുതെ ഉണ്ടായതല്ലല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ അവർണികയുടെ മെക്കിട്ട് ചാടി കയറുവാണ് കേട്ടോ. എല്ലാം കേട്ട് അവർണിക്ക് കലി വരുന്നുണ്ട്. എന്നിട്ട് അവർണി പറയുന്നുണ്ട്, ഡാഡിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന പിസ്റ്റളിൽ ഞാൻ ബുള്ളറ്റ് ഇപ്പോൾ നിറച്ച് വെച്ചിട്ടുണ്ട്, നീ ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, അത് നിനക്ക് നേരെ ചൂണ്ടാൻ എനിക്കൊരു നിമിഷം മതി, നിൻ്റെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിഷോർ പേടിക്കുകയാണ് കേട്ടോ. കാരണം ചിലപ്പോൾ അവർണി അങ്ങനെ ചെയ്ത് കളയാൻ ചാൻസ് ഉണ്ടെന്ന് കിഷോറിനും അറിയാം. എന്നിട്ട് അവർണയെ പോയി ബെഡിൽ കിടക്കുവാണ്. കിഷോർ ആണെങ്കിൽ കൗച്ചിലും കിടക്കുവാണ്. പുള്ളി മടിയിൽ ലാപ്പ് വെച്ച് എന്തോ ചെയ്തുകൊണ്ടിരുന്ന് അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോകും കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് അവർണിക ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഗീതുവിനെതിരെയുള്ള രാധികമ്മയൊക്കെ പറഞ്ഞ പ്രൂഫ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫോൺ എടുക്കാൻ വേണ്ടി ചെല്ലണം. ഒരു വിധത്തിൽ ഫോൺ പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഇവൻ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേക്കും കേട്ടോ. എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് അവർണിക ഞെട്ടിപ്പോവും. എന്നിട്ട് ചോദിക്കും, എന്താ എന്ന് ഇവനെ ഉറക്കപ്പിച്ചിട്ട് ചോദിക്കുമ്പോഴേക്കും അവർണിക പറയും, എവിടെ ഇരുന്ന് ഉറങ്ങുന്നത് കണ്ട് ഞാൻ ഉറക്കം തൂങ്ങിയില്ല, ഇരിക്കുന്നതുകൊണ്ട് വന്ന് പിടിച്ചതെന്ന് പറയുമ്പോഴേക്കും ഇവൻ പെട്ടെന്ന് പോകും. അപ്പോൾ എന്നോട് ഇപ്പോഴും മനസ്സിൽ സ്നേഹമുണ്ടല്ലേ, എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ രണ്ടിടത്ത് എടുക്കുന്നത്, നമുക്ക് ഭാര്യയും ഭർത്താവുമായിട്ട് എല്ലാം മറന്നു പുറത്ത് മുമ്പോട്ട് ജീവിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പയ്യെ അവർണികയുടെ തോളിൽ ഇങ്ങനെ കൈ വയ്ക്കുവാണ് കേട്ടോ. അവർണിക്കുള്ളിലുള്ള ദേഷ്യമെല്ലാം കൂടെ കാരണം അവർണിക കൈ തൊട്ട് തട്ടുമാറ്റി പറഞ്ഞു, നിൻ്റെ സ്നേഹം മേടിക്കാനൊന്നുമല്ല ഞാൻ വന്നത്, ആ ലാപ്പ് നിൻ്റെ കയ്യിലിരുന്ന് മറിഞ്ഞു പോകുന്നത് കണ്ടു, അതോർത്തിട്ട് ഞാൻ വന്നതാ, നീ എന്നാന്ന് വെച്ചാൽ കാണിക്ക്, ചുമ്മാ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിച്ച് ആ ബുള്ളറ്റ് എടുപ്പിക്കുന്ന അവസ്ഥയിലോട്ട് നീ എത്തിക്കരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞപ്പോഴേക്കും കൂടെ കിഷോർ അങ്ങ് ഞെട്ടുവാണ് കേട്ടോ. അപ്പോൾ കിഷോറിന് മനസ്സിലായി ഇവർക്ക് എപ്പോഴും ദേഷ്യമാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും 2 സ്ഥലത്തായിട്ട് തന്നെ കിടന്നുറങ്ങുവാണ്. പിന്നെ കാണിക്കുന്ന മോർണിംഗ് നമ്മുടെ അയ്യപ്പണ്ണൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന മാങ്ങയെല്ലാം നോക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അയ്യപ്പണ്ണന് മനസ്സിലായി ഇത് പ്രഗ്നൻ്റ് അല്ലെന്ന്. അയ്യപ്പണ്ണൻ എന്നിട്ട് പറയുന്നുണ്ട്, ഇതാ പറയുന്നത് മക്കളെ കണ്ടും മാമ്പൂ കണ്ടു ഒന്ന് മോഹിക്കരുതെന്ന്. ആ സമയത്ത് നമ്മുടെ രേഖയും ഗീതവും കാഞ്ചനയും എല്ലാവരും കൂടെ വരുവാണ് കേട്ടോ. അപ്പോൾ കാഞ്ചനയ്ക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ കാഞ്ചനയോട് നമ്മുടെ അയ്യപ്പണ്ണൻ പറയുന്നുണ്ടോ, നീ ഒറ്റ ഒരുത്തവളാണ് കാരണം ഞാൻ പാതിരാത്രിക്ക് പോയി ഇതെല്ലാം പെറുക്കിക്കൊണ്ട് വന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ഗീതു പറയുന്നുണ്ട്, രാത്രി സംഭവിച്ചത് രാവിലെ അറിയാം, പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുന്നതല്ലേ അയ്യപ്പണ്ണ നല്ലത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അയ്യപ്പണ്ണനും പറ്റിയത് പറ്റി, എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തോ ഒരു പിഴവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇത് എന്നാ ചെയ്യും എന്നോർത്ത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, വിഷമിക്കേണ്ട അയ്യപ്പണ്ണ, ഇതെല്ലാം കൊണ്ട് വഴി വെച്ച് അതൊക്കെ നമുക്ക് വിറ്റാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, അയ്യപ്പണ്ണനൊരു ബിസിനസ്സായിട്ട് തുടങ്ങാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അയ്യപ്പണ്ണനാണെങ്കിൽ ഒരു മാങ്ങ എടുത്തുകൊണ്ട് ഗണപതി കുഞ്ഞിൻ്റെ അവിടെ വെച്ച് പ്രാർത്ഥിച്ചില്ല, ഇനിയിപ്പോൾ അതിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ രേഖ പയ്യെ ഗീതുവിനെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോകുന്നുണ്ട്. അകത്തോട്ട് ചെന്നിട്ട് പറയുന്നുണ്ട്, ഈ മാങ്ങയും കൊണ്ട് ഇന്നലെ അയ്യപ്പണ്ണൻ വന്നപ്പോൾ നിനക്ക് ഇന്നലെ തന്നെ നിൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു കൂടായിരുന്നോ, ഒരു വാക്കി പറഞ്ഞാൽ പോരായിരുന്നോ, നമ്മുടെ ഗോവിന്ദേട്ടനോട്
നിനക്കും ഇതുപോലെ പച്ചമാങ്ങ കഴിക്കാൻ ആഗ്രഹമുണ്ട്, ഗോവിന്ദേട്ടനൊന്ന് സഹായിക്കുമോ എന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കും. ഇതെല്ലാം കേട്ട് ഗീതുവിനാകെ നാണം വരുവാണേ. ഗീതു പറയുന്നുണ്ട്, വൃത്തികെട്ട രേഖേച്ചി ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഇതുവരെ ഇഷ്ടം പറയാറായില്ലേ, മറ്റുള്ളവരുടെ കാര്യത്തിൽ എടുക്കുന്ന ധൈര്യമൊന്നും എന്ത് ഇതിലില്ലാത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും ഇത് പറയണം, എങ്ങനെ പറയും എന്ന് പണ്ടായിരുന്നു വല്ല ദൂതയക്കായിരുന്നു എന്ന് പറയുമ്പോൾ രേഖേച്ചി പറയുന്നതാണ്, നിൻ്റെ ഇഷ്ടം ഞാൻ പോയി പറയാം എന്ന് പറയുമ്പോഴേക്കും ഇതുവരാണ്, അയ്യോ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങനെ വരുന്ന റിപ്ലൈ എന്നൊന്നും അറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് രേഖേച്ചി പറയുന്നു, ഓക്കെ നിൻ്റെ ഇഷ്ടം, നിനക്കൊരു ഇഷ്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നതെന്ന് ഞാൻ പറയാം, നീ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്, ഗോവിന്ദേട്ടൻ്റെ അടുത്തൊന്നും പറയുന്നില്ല എന്ന് പറയുന്നത്. എന്നിട്ട് ഗോവിന്ദ് യോഗ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് രേഖ ഒരു ചായ ആയിട്ട് ചെല്ലുവാണ്. ഗീതു പുറകെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. എന്നിട്ട് രേഖ പറഞ്ഞു തുടങ്ങുന്നുണ്ട് നമ്മുടെ ഗോവിന്ദേട്ടനോട്, ഗോവിന്ദേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ട്, ആരും പറഞ്ഞിട്ടല്ല, എൻ്റെ മനസ്സിലുള്ള കാര്യമാണ്. ഗീതുവിൻ്റെ ഇഷ്ടത്തെ പറ്റിയാണ് രേഖ പറഞ്ഞു തുടങ്ങുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ പറയുന്ന ആ പറച്ചിൽ നമ്മുടെ ഗോവിന്ദ് ഒന്ന് ചെറുതായിട്ട് ഞെട്ടി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ലാസ്റ്റ്. കാരണം ഗോവിന്ദനത് രേഖ എൻ്റെ മനസ്സിലുള്ള കാര്യമാണ്, ഒരു ഇഷ്ടത്തിൻ്റെ കാര്യമാണ്, ഒരു പ്രണയകഥയായിട്ടാണ് പറയാമെന്ന് പറഞ്ഞപ്പം ഗോവിന്ദ് ചെറുതായിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ്.